ഭദ്രകാളിയുടെ ജനനം. ദിക്കുകൾ ഞെട്ടുമാർ അലറിക്കൊണ്ട് വീരഭദ്രൻ ദക്ഷന്റെ യാഗകുണ്ഡത്തിലേക്ക് പാഞ്ഞു. അവൻ യാഗഭൂമിയിൽ കിടന്ന സംഹാര രുദ്രനായി മാറി. എന്നിട്ടും പരമശിവന്റെ കോപമടങ്ങിയില്ല. അദ്ദേഹം വർദ്ധിച്ച വിദ്വേഷത്തോടുകൂടി തന്റെ ജഡഭാരം വലിച്ചെടുത്ത് നിലത്തടിച്ചു. പെട്ടെന്ന് ആ സ്ഥാനത്ത് ഒരു ഉഗ്രമൂർത്തി പ്രത്യക്ഷയായി. കരിനീല വർണ്ണവും അനേകം കരചരണങ്ങളും ചുവന്ന തടിച്ചു തൂങ്ങിയ നാവും കപാലമാധാരിയുമായ ആ ഭീകര സ്വത്വം ഉഗ്രമായി അട്ടഹസിച്ചു. അത് കേട്ട് ബ്രഹ്മദേവൻ പോലും ഒന്ന് നടുങ്ങിപ്പോവുക തന്നെ ചെയ്തു. ഇടിവിട്ടുമാറുള്ള ശബ്ദത്തിൽ അവൾ ശിവശങ്കരനെ വന്ദിച്ച ശേഷം അന്വേഷിച്ചു. പിതാവേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഏതു ദുഷ്ടശക്തികളെയാണ് എൻ്റെ ദംഷ്ട്രയുടെ ശക്തിയെ അറിയിക്കേണ്ടത്? ശത്രുക്കളുടെ ചുടചുടയുള്ള നിണത്തിനായി ഞാൻ ദാഹിക്കുന്നു. ദേവാ, പറഞ്ഞാലും ക്ഷമ എനിക്കില്ല. മകളെ, നീ വീരഭദ്രകാളിയാകുന്നു. നിന്റെ അലങ്കാരം നീ കൊന്നൊടുക്കുന്ന ദുഷ്ടന്മാരുടെ കപാലത്താൽ നിർമ്മിതമാകും. നീ അണിയുന്ന തുമായ ഹാരമായിരിക്കും. ഭദ്രകാളി, നിനക്ക് ഞാനിപ്പോൾ നൽകുന്ന വിശിഷ്ട ഭക്ഷണം ദുഷ്ടനായ ദക്ഷന്റെ രക്തമാണ്. പുത്രി, അത് നീ ആവോളം പാനം ചെയ്ത് സന്തുഷ്ടയാവുക, പരമേശ്വരൻ കൽപ്പിച്ചു. ആനന്ദത്താൽ മതിമറന്നുപോയ ഭദ്രകാളി അവിടെ നിന്ന് എനിക്ക് നൽകിയ വിഭവം എന്നെ സന്തുഷ്ടയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യാഗകുണ്ഡത്തിലേക്ക് പാഞ്ഞു. ഭദ്രകാളിയും വീരഭദ്രനും ദക്ഷന്റെ യാഗഭൂമിയിൽ തിമിർത്താടുക തന്നെ ചെയ്തു. അവർ യാഗകുണ്ഡത്തിലെ അഗ്നി കെടുത്തുകയും പൂജാതി ദ്രവ്യങ്ങൾ അശുദ്ധമാക്കുകയും ചെയ്തു. യാഗഭൂമിയിൽ ഉപവിഷ്ടനായിരുന്ന പ്രമുഖർക്ക് നേരെ ഭദ്രകാളി നിണമോഹത്തോടെ പാഞ്ഞു ചെന്നതും ഭയന്നു വിറച്ചവർ പ്രയാണം ആരംഭിച്ചു. ആരാലും നിയന്ത്രിക്കാനാവാതെ വന്ന ആ മൂർത്തികളുടെ കോപതാപങ്ങൾ അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിക്കുക തന്നെ ചെയ്തു. ഒടുവിൽ ഭയന്ന് വിറച്ചുകൊണ്ട് ദക്ഷൻ വീരഭദ്രന്റെയും ഭദ്രകാളിയുടെയും ചരണങ്ങളിൽ വീണ് അപേക്ഷിച്ചു. ഹേ മൂർത്തികളെ, ഈ സംഹാരതാണ്ഡവം നിർത്തിയാലും എൻ്റെ യാഗഭൂമി ഭഗവാന്മാർ കളങ്കപ്പെടുത്തരുതേ. താങ്കൾക്ക് മാപ്പോ ഹേ നീച. ഞങ്ങളുടെ ദേവന്റെ ആജ്ഞ നിരസിക്കാവുന്നതല്ല. പാപിയും ദുഷ്ടനുമായ നീ ശിക്ഷ അനുഭവിക്കുവാൻ ബാധ്യസ്ഥനാണ് എന്നിങ്ങനെ അലറിക്കൊണ്ട് ആ രുദ്രമൂർത്തികൾ ദക്ഷന്റെ ശിരസറുത്തു. കുതിച്ചു പ്രവഹിക്കുന്ന പുതുനിണം കണ്ട ഭദ്രകാളി ആത്യാഹ്ലാദത്തോടെ ഇരുകൈകളും കൊണ്ട് ആ ചോര കോരി കുടിക്കുവാൻ തുടങ്ങി. അനന്തരം വീരഭദ്രൻ നിണമൊഴിഞ്ഞ ദക്ഷശിരസ് ദൂരത്തിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തു. ഭീകരമായ ഈ കാഴ്ച കണ്ട് ലോകവാസികൾ ആർത്തലച്ചുപോയി. ശിരസ് നഷ്ടപ്പെട്ട ദക്ഷൻ സൂര്യൻ അപ്രത്യക്ഷനായ ആകാശം പോലെ നിരഭനായി നിന്നു. അടുത്തതായി ബ്രഹ്മാവ് ശിവനെ ശാന്തനാക്കിയ കഥയാണ് തുടരും.